വയനാട്ടിൽ തുരങ്കപാതയുടെ സമീപത്തുണ്ടായ ദുരന്തം. പിണറായി വിജയന്റെ അത്യാർത്തി കാരണം, പിണറായി വിജയന്റെ വികസനങ്ങളിൽ ഉൾപ്പെടുത്താനുള്ള ഒരു ആക്രാന്തം കാരണം അവിടുത്തെ മണ്ണ് തോണ്ടി ഉണ്ടാക്കിയ ഒരു അപകടം, മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു അപകടം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെഴുകുന്ന കുറേ അടിമ കൊങ്ങികളെയും കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ മുഹമ്മദ് റിയാസിന്റെ ഒരു മറുപടിയാണ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കാം. മണ്ണ് മാറ്റാൻ വേണ്ടി പറഞ്ഞ് ജൂൺ 25-ന് വീണ്ടും പറഞ്ഞിട്ടും മാറ്റിയിട്ടില്ലെങ്കിൽ ഡിസാസ്റ്റർ ആക്ട് പ്രകാരം, മാനേജ്മെന്റ് ആക്ട് പ്രകാരം, DMA പ്രകാരം അതിൻ്റെ ഭാഗമായി നിലപാട് സ്വീകരിക്കാം, കർക്കശ നിലപാട് സ്വീകരിക്കാം. ഇനി കരാറുകാർ മാറ്റിയിട്ടില്ലെങ്കിൽ മറ്റ് ഏജൻസികൾ, മറ്റ് വകുപ്പുകളെ ഏൽപ്പിച്ച് മാറ്റിയതിന് ശേഷം കരാറുകാരിൽ നിന്നും ഈടാക്കാം, അല്ലെങ്കിൽ മാറ്റാത്തതിന് കർക്കശ നിലപാടെടുക്കാം. ഇതൊക്കെ ചെയ്തോ? ഇത് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനല്ലേ? ഒരു മീറ്റിംഗിൽ കരാറുകാർ മണ്ണ് മാറ്റാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് സ്ഥലം അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിരുന്നു. സ്ഥലം അനുവദിക്കാൻ എന്ത് സ്റ്റെപ്പാണ് സർക്കാർ എടുത്തത്? സ്ഥലം അനുവദിച്ച് കിട്ടാനുള്ള നിലപാട് എന്തൊക്കെയാണ് സ്വീകരിച്ചത്? 2 ആഴ്ചയായിട്ടും സ്ഥലം അനുവദിച്ചു കൊടുത്തില്ലേ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ പക്വമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരണം. ഒരു മന്ത്രി സംഭവം നടന്ന ഉടനെ തന്നെ പറഞ്ഞത് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്നാണ്, മനുഷ്യനിർമ്മിത ദുരന്തമെന്നാണ്. മറ്റൊരു മന്ത്രി പറഞ്ഞത് ഇത് എൻ്റെ വകുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമല്ല, എൻ്റെ വകുപ്പല്ല ഇതിൻ്റെ കാരണം, മറ്റു വകുപ്പാണെന്നാണ്. വേറൊരു മന്ത്രി പറഞ്ഞത് ഇത് പഴയ ഗവൺമെൻറ് ഉണ്ടാക്കി വെച്ച പ്രശ്നമാണെന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് കരാറുകാരനാണ് ഇതിൻ്റെ എല്ലാം കുഴപ്പം എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രി തന്നെ ഒരു പരാതിക്കാരനാവുകയാണ്. കരാറുകാരനാണ് ആകെ കുഴപ്പം. മൺകൂനയുടെ ഭാഗമായ മണ്ണ് എടുത്തു മാറ്റാൻ കരാറുകാരനോട് പറഞ്ഞിട്ടും അത് ചെയ്തില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ പരാതി. ആ മണ്ണ് മാറ്റിയിട്ടില്ലെങ്കിൽ മാറ്റിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? മാറ്റിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനല്ലേ, മുഖ്യമന്ത്രിക്കല്ലേ? വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ? നിയമസഭയിൽ പ്രസംഗിക്കുന്നത് പോലെ, പത്രസമ്മേളനത്തിൽ വാചക കസർത്ത് നടത്തുന്ന പോലെ എളുപ്പമല്ല മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരണചക്രം തിരിക്കാനെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മനസ്സിലാക്കണം. ഇവിടെ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണാനും മുന്നോട്ട് പോകാനും എല്ലാവരെയും യോജിപ്പിക്കാനുമാണ് തയ്യാറാകേണ്ടത്. പ്രസ്താവന യുദ്ധം നടത്താനല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറാകേണ്ടത്. കരയിലിരുന്ന് വായത്താളം വിടുന്നത് പോലെയല്ല വെള്ളത്തിലുള്ള കളി എന്നാണ് മുഹമ്മദ് റിയാസ് മറുപടി കൊടുത്തിരിക്കുന്നത്. ആർക്കാണ്? ചിരിക്കുന്ന മുഖ്യമന്ത്രിക്ക്. മരണത്തിൽ പോലും ആളുകൾ ഇത്രയും പേര് മരിച്ചു കിടക്കുമ്പോഴും ദുരന്തത്തിൽ പോലും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു സ്വന്തമായിട്ട് വ്യക്തിത്വമില്ലാത്തൊരു മനുഷ്യനായിട്ട് മാറുകയാണോ നമ്മളുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള ചോദ്യം കൂടി ചോദിച്ചുകൊണ്ട് ഓക്കെ ബൈ.